ടിഷ്യൂ ലിനൻ. ആ ഒരു ഫീൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്, പക്ഷേ അതിനകത്ത് നമുക്കൊരു പാർട്ടി വെയർ ലുക്കിൽ ഒരു നല്ല ഷീനുള്ള ഒരു ഫാബ്രിക്കും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഫുള്ളി എംബ്രോയിഡഡ് ആയിട്ടുള്ള ഒരു യോക്ക് ലുക്കും അതിനകത്ത് ഷിഫോൺ ദുപ്പട്ടയും പെയർ ചെയ്ത് വന്നിരിക്കുന്ന കളക്ഷനാണ്. സറ്റൂൺ ബോട്ടം, ഹെഡ് ടു സിംഗിൾ കളർ, ഹെൽപ്സ് യു ലുക്ക് ടോളർ, ലീനർ. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു ഒരു കോൺട്രാസ്റ്റ് ജ്വല്ലറിയുടെ ഒക്കെ കൂടെ ആണെങ്കിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എവറിഡേ ജ്വല്ലറിയിൽ കുറച്ച് പ്രിട്ടി ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഉള്ള ഒരു കളക്ഷൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ. 2139 റേഞ്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. SDP-യുടെ 2 ഡിഫറെൻറ്റ് കോഡ്സിലാണ് കേട്ടോ വരിക. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2 കളേഴ്സ് ലുക്കിൻ്റെ അകത്ത് കുറച്ച് കളർ വേരിയേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് വി ഹാവ് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. SDP 227 2139 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇപ്പോൾ ടിഷ്യൂ ലിനൻ ആണ്, അപ്പം സിൽവർ ടിഷ്യൂലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ സ്ലീവിൽ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ലുക്ക്. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട്സിൻ്റെയും ഡേസി സ്റ്റിച്ചിൻ്റെയൊക്കെ അത് ഫ്രഞ്ച് നോട്ട്സൊക്കെ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽ ആയിട്ടാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ചസും ലോങ് ഹാർട്ടീസും ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു കോമ്പിനേഷൻ്റെ അകത്ത്. ബാക്കി ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് ഗോൾഡൻ ടിഷ്യൂ ആണ് കേട്ടോ, സോറി, ഗോൾഡൻ ടിഷ്യൂലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബേസ് കളറിൻ്റെ തന്നെ ടോൺസിലാണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഗ്രീൻ, ഇതൊരു ഒലിവ് ചേർന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. യെല്ലോ ഗോൾഡൻ ടിൻ്റ് വരുമ്പോൾ ഒരു ഒലിവ് ടിൻറ്റിലോട്ട് പോയിട്ടുണ്ട്. ഗ്രീനിൻ്റെ തന്നെ ടോൺസിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ദറ്റ് സെയിം ഷെയ്ഡ് ബോട്ടം. അതിനകത്തൊരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ഷെയ്ഡിലുള്ള യാൻസും കൂടി ആ വീവിങ് സ്റ്റൈലിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഗിവ്സ് ഇറ്റ് എ ടെക്സ്ചർ. ആൻഡ് ദുപ്പട്ട വർക്ക്ഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. ഫസ്റ്റ് വൺഡേ അകത്ത് നമുക്ക് ആദ്യത്തെ കളർ വാസ് എ വയലറ്റ്, ദെൻ വി ഹാവ് ദറ്റ് ഓലിവ് ടിൻറ്റ്, ദെൻ വി ഹാവ് എ പീകോക്ക് ഷെയ്ഡ് ആൻഡ് പീച്ചും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ ഒരു ലുക്ക്. ഇറ്റ്സ് വെരി പ്രിട്ടി. നല്ല കളേഴ്സാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത്. ഷിഫോൺ ദുപ്പട്ട. ആൻഡ് ദെൻ ഇതിനകത്ത് സ്ലീവിൽ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദിസ് വൺ. അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് ലുക്കാണ് ഇനി വരുന്നത്. SBP 228 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ വർക്ക് ഡീറ്റെയിലും സിമിലർ ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. ഇതിനകത്തും സ്ലീവിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട്. 2139 തന്നെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു മിറർ ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. കാന്ത ലോവർ പോർഷൻ ആൻഡ് ദെൻ നമ്മുടെ ആ ഒരു റെഗുലർ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി. ഇതെല്ലാം ഹാൻഡ് ആൻഡ് എംബ്രോയിഡറി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് കളേഴ്സ് വന്നിരിക്കുന്നത് ഒരു ഓലിവ് ഷെയ്ഡ് വരുന്നുണ്ട്, പീകോക്ക് ടോൺ വരുന്നുണ്ട്, ആൻഡ് ദെൻ വൺ മോർ ഷെയ്ഡ്. ഇതാണ് എൻ്റെ. എനിക്കിതിൻ്റെ വർക്ക് നെക്ക് ലൈൻ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഐ തിങ്ക് സോ. ആൻഡ് ദെൻ ആ ഒരു വയലറ്റ് ഷെയ്ഡ് അത് നമ്മൾ ആ ഡ്രേപ്പ് ചെയ്തേക്കുന്നതിൻ്റെ അതേ ഒരു ടോണിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഷിഫോൺ ദുപ്പട്ട തന്നെയാണ്. അപ്പോൾ 2 ലുക്സ് പക്ഷേ സിമിലർ ആയിട്ടുള്ള പാറ്റേൺസിലാണ് വന്നിരിക്കുന്നത്. ചെക്ക് www.aham.store. സെമി ടെസർ സാരീസ്. സെമി ടെസർ സാരി എന്ന് പറഞ്ഞാൽ ആ ഒരു ദേശി ടെസറിൻ്റെ ഷെയ്ഡിങ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സിൽക്കി ഫിനിഷ് ഉണ്ടല്ലോ, ആ സെയിം ഫിനിഷിൽ വരുന്ന സാരിയാണ്. ടെസർ സാരീസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ടെസർ സാരിയുടെ ആ ലുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ സെമി ടെസർ ഫാബ്രിക്കിലേക്ക് പോകുമ്പോഴാണ് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത്. ആ ടെസറിൻ്റെ സെയിം ലുക്ക് ആൻഡ് ഫീലിൽ വരുന്ന സാരി, അതിൽ കട്ട് വർക്ക്, ഹൈലൈറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ റണ്ണിങ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ഫുൾ സാരിയിൽ റണ്ണിങ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. YNG 156, 154 ആൻഡ് 155 കോഡ്സിലുള്ള പ്രോഡക്റ്റാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ തലയോലപ്പറമ്പ് സ്റ്റോറിലുള്ള 3 റാൻഡമായിട്ട് പിക്ക് ചെയ്ത 3 കളേഴ്സാണ് കേട്ടോ എടുത്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാം കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം സെമി ടെസർ ഫാബ്രിക്കിൽ ഹൈലൈറ്റ് എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻ നമുക്ക് ആദ്യം കാണാം. ഇതാണ് ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാരി. ഫുൾ സാരിയിൽ ഇതുപോലെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. വേണ്ട, ഫുൾ സാരിയിൽ
ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പർ പോർഷനിൽ, അതായത് ആ ദാവണി പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഡിസൈൻ വന്നിട്ട് അതിൽ ഫുള്ള് കട്ട് വർക്ക് വന്നേക്കാണ് കേട്ടോ. മെഷീൻ കട്ട് വർക്കാണ് വന്നേക്കുന്നത്. എഡ്ജ് ഫിനിഷിങ് വന്നേക്കുന്നതും ഇതുപോലെ ഐരിയറ്റ് എംബ്രോയിഡറി പോലെ വരുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, എന്നിട്ട് ഒരു സ്കാലപ്പിൻ്റെ ഫിനിഷിങ് പോലെയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലു ഡീറ്റെയിലിംഗ് വന്നത്. അപ്പോൾ അപ്പർ പോർഷനിലാണ് ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഈ പ്ലെയിൻ മെറ്റീരിയൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതാ ആ ടെസറിൻ്റെ, ദേശി ടെസറിൻ്റെ ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. ദേശി ടെസറിൻ്റെ ആ ഗ്രഡേഷനിൽ നമ്മൾ സിൽക്ക് ക്യാൻസൊക്കെ വീവ് ചെയ്യുമ്പോൾ അല്ല ആ ഒരു ഗ്രഡേഷനിലല്ലേ സിൽക്ക് ലാൻസ് വീവ് ചെയ്ത് വരുന്നത്, അതുപോലെ തന്നെയാണ് ഇതിലെ ഒരു വീവിങ് സ്റ്റൈല് വന്നേക്കുന്നത്. എന്നിട്ട് ഇനി ബോഡിയിൽ വേണ്ട പ്ലീറ്റിൻ്റെ പോർഷനിൽ ഹാഫായിട്ട് ഈ സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന സാരിയാണ്. YNG കോഡിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. YNG 156 ആണ് ഈ പ്രോഡക്റ്റ് കോഡ് വരുന്നത്. YNG 156 4299. ഇതിന് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. 4299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡിസൈൻ, അത് ഇതും സെയിം സെമി ടെസർ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. സാരിയിൽ ഓൾ ഓവർ ഈ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാധാരണ ടസറിലൊക്കെ കാണുന്ന നല്ല ഭംഗിയുള്ള കളർ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പർ പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയിഡറി വന്നിട്ട് ഡയമണ്ട് ഷേപ്പിൽ, ഒന്ന് ക്ലോസറായിട്ട് കാണിച്ചു പോയാൽ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന വിവിങ് സ്റ്റൈലിൽ വരുന്ന ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് സാരിയിൽ വന്നിരിക്കുന്നുണ്ട്. ഇതുപോലൊരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് ഹാഫായിട്ട് താഴ്ഭാഗത്ത് പ്ലീറ്റിൻ്റെ പോർഷനിൽ ഹാഫായിട്ടാണ് എംബ്രോയിഡറി വരുന്നത്. പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് YNG 154 ആണ് കോഡ്. 4299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ടോൺ ആണ് കേട്ടോ. പ്ലീറ്റിൻ്റെ പോർഷനിലൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആ ബ്ലൗസ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ഇത് അടുത്ത ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് കളർ ഓപ്ഷൻ 3 ഡിസൈൻസ് ആണ്. ഈ YNG 156, 154 ആൻഡ് 155 എന്ന് പറയുന്നത് 3 ഡിസൈൻ ഓപ്ഷൻസ് ആണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നേക്കുന്നത്. ഇനി അടുത്ത കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഒരു ടീൽ ഗ്രീൻ ആൻഡ് ഇതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും ഐലറ്റ് എംബ്രോയിഡറിയുടെ ഫ്യൂഷനാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ടീൽ ഗ്രീൻ, പേസ്റ്റൽ ടീൽ ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത്. ഇത് YNG 155 4199 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. സാരിയിൽ അപ്പർ പോർഷൻ അല്ലെങ്കിൽ ദാവണി പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിൽ, അതായത് നമ്മൾ പ്ലീറ്റ് ചെയ്ത് മുകളിലോട്ട് വരുന്ന പോർഷനിലും അതുപോലെ പല്ലുവിലും ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയുടെയും ഐലറ്റ് എംബ്രോയിഡറിയുടെയും കൂടെ ഒരു ഫ്യൂഷനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഫ്ലോറൽ പാറ്റേൺസും അതുപോലെ തന്നെ ഇതാണ് ഐലറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡബിൾ സ്കാലപ്പ് ഫിനിഷിംഗ് ആണ്. ഒരു സ്കാലപ്പിൻ്റെ മുകളിൽ വേറൊരു സ്കാലപ്പ് വരുന്ന പോലെ ഡബിൾ സ്കാലപ്പ് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ പ്ലീറ്റ് പോർഷനിലും ഇതുപോലെ ഹാഫായിട്ടാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് YNG 155 ആൻഡ് പ്രൈസ് വരുന്നത് 4199. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസിൽ നമുക്ക് ഈ സാരീസ് അവൈലബിൾ ആണ്. ഞാൻ ആ ഒരു ഡിസൈൻ കാണിക്കാൻ വേണ്ടി റാൻഡമായിട്ട് എടുത്തതാണ് കേട്ടോ. സെമി സിൽക്ക് ഫാബ്രിക്, സെമി ടസർ ഫാബ്രിക്, ടസറിൻ്റെ സെയിം ഫിനിഷിങ് വരുന്ന ഫാബ്രിക്കിൽ ഐലറ്റ് എംബ്രോയിഡറിയുടെയും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയുടെയും അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി ഫുൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള മെഷീൻ എംബ്രോയിഡറിയുടെ എല്ലാം ഹൈലൈറ്റ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ YNG 155 114 154 ആൻഡ് 156 കോഡ്സിൽ 4199 അതുപോലെ 4499 4299 അങ്ങനെ ചെറിയ വ്യത്യാസത്തിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. എല്ലാത്തിൻ്റെയും ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.ahmed.store. ഇന്ന് 3 ഡിഫറെൻറ്റ് ലുക്സ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഡിഫറെൻറ്റ് ഫാബ്രിക്സ് ആണ്. അതിനകത്ത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ 3-നകത്തും ഒരു ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള കോട്ടൺ ത്രെഡ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നമുക്കൊരു ഒക്കേഷണൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും 2000 എബോ റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്
ഒരു ടിഷ്യൂ ലിനൻ ഫാബ്രിക് ആണ്, സിൽവർ ടിഷ്യൂലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വി ഹാവ് സം തിക്ക് യാൻസ് വെച്ചിട്ട് സെൽഫ് സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങും കൂടെ വന്നിട്ടുണ്ട്. വീവിങ് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് പെയർഡ് വിത്ത് ടിഷ്യൂ ലിനനിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ടോപ്പും പ്രിൻറ്റഡ് ആണ്, പക്ഷേ ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ പ്രിൻറ്റ്. പെട്ടെന്ന് ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ലുക്കിലാണ് അതിൻ്റെ ഒരു ടോപ്പിൻ്റെ ഡീറ്റെയിലിങ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡ്രേപ്പ് ലുക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ട് സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങും പിന്നെ അതിനകത്ത് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡീറ്റെയിലും ഹാൻഡ് വർക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാന്തയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലേസി സ്റ്റിച്ചസ്, നമ്മൾ റെഗുലർ ആയിട്ട് പുള്ളി നോട്ട്സ് ഒക്കെ കാണുന്ന ആ ഒരു സ്റ്റിച്ച് ലൈൻസ് വരുന്നുണ്ട്. ഡീപ്പ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് സ്ക്വയർ ഷേപ്പിൽ റെക്ടാങ്കിൾ പോലത്തെ ഉള്ള ഒരു ലുക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഗോൾഡ് സീക്വൻസുമാണ് അതിനകത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗിലായിട്ട് വന്നിരിക്കുന്നത്. ബേസ് കളറിൻ്റെ ടോൺസിൽ വന്നിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ് ആൻഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് വരുന്നുണ്ട്. ബേജിൻ്റെയും ടോൺസ് അതിനകത്ത് എംബ്രോയിഡറിക്കകത്ത് വന്നിട്ടുണ്ട്. ടിഷ്യൂ ലിനൻ ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ഫാബ്രിക് ആണ്, വെയർ ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ദുപ്പട്ടയ്ക്കകത്ത് എംബ്രോയിഡറി സ്കാറ്ററിൻ്റെ കൂടെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പിയനി ഫ്ലോറൽസിൻ്റെ ഒക്കെ ഉള്ള ഒരു പ്രിൻറ്റ്. ആൻഡ് യു ഹാവ് ദിസ് വർക്ക് ഇൻ ആഞ്ചൽ പോർഷൻ. സറ്റൂണാണ്, സെയിം ടോൺ തന്നെ വന്നിരിക്കുന്നത്. സറ്റൂൺ ബോട്ടമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കളേഴ്സ്, സോ ഫസ്റ്റ് വി ഹാഡ് എ ലൈറ്റ് ബ്രൗണിഷ് ബേജ്, ദെൻ വി ഹാവ് ദിസ് പിങ്ക് ഷെയ്ഡ്. ഇതിൻ്റെയും ആക്ച്വലി ആ ടെക്സ്ചർ പോലത്തെയുള്ള ഒരു ലുക്ക് പ്രിൻറ്റിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദെൻ ഗ്രീൻ ആൻഡ് വി ഹാവ് ബ്ലൂ. അപ്പോൾ ഇത് 4 കളേഴ്സ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്, അപ്പോൾ ഇത് ടിഷ്യൂ ലിനൻ ആയിരുന്നു ആദ്യത്തെ. നെക്സ്റ്റിനകത്ത് വരുന്നത് ഒരു ഗീച്ച ടെസറിൻ്റെ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ്. സെയിം ലുക്ക് തന്നെയാണ്. ആ ഒരു സ്കാറ്റർ വർക്ക് വരുന്നുണ്ട്, പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് ടോപ്പിൽ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഹെവിലി എംബ്രോയിഡറി ആയിട്ട് വന്നിരിക്കുന്ന യോക്കും. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. ആൻഡ് ലോ പോർഷനിൽ വി ഹാവ് എ ബോർഡർ എൻഡിങ് ടു ഫ്രണ്ട് ആൻഡ് ബാക്ക്. ആൻഡ് ഒരു കാന്ത ഹൈലൈറ്റും കൂടെ അതിനകത്ത് ഒരു ബോർഡറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വർക്കാണ്. ദിസ് ഇസ് ദി കുറച്ചും കൂടി ഒരു വെർട്ടിക്കൽ പാറ്റേൺ ആണ് അതിൻ്റെ ഒരു വർക്കിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം ആൻഡ് ദ ദുപ്പട്ട. ദുപ്പട്ട നല്ല രസമുള്ളൊരു പ്രിൻ്റ് ആട്ടോ. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഈ സെയിം പ്രിൻ്റ് തന്നെ വിതൗട്ട് ദി കളർ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെൽഫ് കളറിൻ്റെ ഒരു ലുക്ക് കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തേക്കാണ് ടോപ്പിൻ്റെ അകത്ത്. ആൻഡ് ഫസ്റ്റ് കളർ വാസ് എ ഗ്രീൻ ഷെയ്ഡ്. ഗീച്ച ടെസറിൻ്റെ ഫിനിഷിൽ വരുന്ന ടോപ്പും ദുപ്പട്ടയും സറ്റൂൺ ബോട്ടവുമാണ് വരുന്നത്. ദെൻ വി ഹാവ് ദിസ് റെഡിഷ് പിങ്ക് ഷെയ്ഡ് ആൻഡ് 2 more കളേഴ്സ്, ഗ്രേ. ആൻഡ് ഇതിനകത്ത് മൾട്ടി കളേർഡ് ആയിട്ടാണ് കേട്ടോ എല്ലാത്തിൻ്റെ അകത്തും ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് എ mud brown kind of a shade. So that is the 4 colors. And ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒരു 2149 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഓർഗൻസ, സീക്വൻസ് വീഡ് ആയിട്ട് വന്നിരിക്കുന്ന ഓർഗൻസ. ഇതെല്ലാം ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആണ്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള സറ്റൂൺ ബോട്ടവുമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇറ്റ്സ് വെരി നൈസ്. വൈറ്റ് ആണ് എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഓർഗൻസ ഫ്ലോറൽ എംബ്രോയിഡറിയിൽ തന്നെ ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഓർഗൻസ. ആൻഡ് സെറി ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിരിക്കുന്ന ബോർഡർ പാറ്റേണുമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതും പാർട്ടി വെയറിനകത്ത് ആ ഒരു പേസ്റ്റൽ കളേഴ്സാണ് ഇതിനകത്ത് ഈ ഒരു കളക്ഷൻ്റെ അകത്ത് കേട്ടോ. ബാക്കിയെല്ലാം കുറച്ചും കൂടി ഒരു ഡാർക്ക് കളേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. സോ ഈ ഒരു സെറിയുടെ കളറും ഒരു സിൽവറും ഗോൾഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് വർക്കാണ് അതിൻ്റെ നെക്ക് ലൈനിൽ വരുന്നത്. റൗണ്ട് നെക്ക്, ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആൻഡ് നല്ല ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കിലൊക്കെ വരുന്ന കുർത്താസിനകത്തൊക്കെ കാണാറില്ല, അതുപോലത്തെയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്കാറ്റേർഡ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് സെയിം തന്നെയാണ്, ജസ്റ്റ് ആ ഒരു മൈക്രോ സീക്വൻസ് ആണ്, ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള മൈക്രോ സീക്വൻസ് വീവിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളേഴ്സ് വൈറ്റ്, ദെൻ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് ആൻഡ് ദെൻ 2 more ഷെയ്ഡ്സ് വന്നിരിക്കുന്നത് പിങ്ക് ആൻഡ് ഒരു ഓറഞ്ച് ടിൻറ്റിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ. ഭയങ്കര പേസ്റ്റലായിട്ടുള്ള ഒരു ടോണിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. KTF 115, അതിന് മുന്നേ കണ്ട KTF 113, and the first one was KTF 102.